ഞാൻ പറഞ്ഞു ഇതിൽ ഏറ്റവും കുറച്ചൊരു ഡിഫിക്കൽട്ടായ ഒരു അൽഗോരിതമാണ് AO സ്റ്റാർ അൽഗോരിതം. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് സെക്കൻഡ് മോഡ്യൂളിന്റെ. അപ്പൊ അതിന്റെ അൽഗോരിതം എന്ന് വെച്ചാൽ നല്ല ഡിഫിക്കൽട്ടാണ്. ആസ് പെർ അവർ ടെക്സ്റ്റ് ബുക്ക് അത് എവിടെ നോക്കിയാലും അതിന്റെ അൽഗോരിതം എഴുതുക എന്ന് വെച്ചാൽ വളരെ ഡിഫിക്കൽട്ടാണ്. അതില് കുറെ ഡാറ്റ സ്ട്രക്ചേഴ്സും ഒക്കെ വരും. നമ്മള് അത് മാക്സിമം സിമ്പിൾ ആയിട്ട് പഠിക്കാൻ നോക്കാം. ഓക്കെ, ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് പഠിക്കുക. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് അതിന്റെ ബേസിക് കൺസെപ്റ്റ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ്, അതായത് പ്രോബ്ലം റിഡക്ഷൻ ആൻഡ് ഓർ ഗ്രാഫ്. അപ്പൊ ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് an and or graph? First concept is what is an and or graph? Okay, and or and hyphen or and or graph is a structure that is useful representing the solutions of problem that can be solved by decomposing the problem into a set of smaller problems. അതൊരു ബിഗ് പ്രോബ്ലത്തിന് സ്മോളർ പ്രോബ്ലം ആയിട്ട് ഡീകമ്പോസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനത്തെ പ്രോബ്ലംസിനെ നിങ്ങൾക്ക് എന്താക്കി മാറ്റാം? ആൻഡ് ഓർ ഗ്രാഫ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു വലിയൊരു പ്രോബ്ലം ഉണ്ട്, ആ ഒരു പ്രോബ്ലത്തിനെ ഡീകമ്പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? സ്മോൾ പ്രോബ്ലം ആക്കി മാറ്റും. എന്നിട്ട് അതൊരു ആൻഡ് ഓർ ഗ്രാഫായി റെപ്രസെന്റ് ചെയ്യും. ആൻഡ് ഓർ ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്യും. പിന്നെ എന്നിട്ട് എന്ത് ചെയ്യും? അതിലെ ഓരോ സ്മോൾ പ്രോബ്ലത്തിനെയും സോൾവ് ചെയ്തെടുക്കും. ഈ ഒരു കൺസെപ്റ്റ് ആണ് നിങ്ങളിപ്പം ഡിവൈഡ് ആൻഡ് കോൺകർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, അതേ കൺസെപ്റ്റ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ ആൻഡ് ഓർ ഗ്രാഫ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, ദിസ് ഇസ് ദ മെയിൻ പ്രോബ്ലം. ഗോൾ എന്താണ്? എക്വൽ TV സെറ്റ്. ഓക്കെ, സോ എക്വൽ TV സെറ്റ്, ഞങ്ങൾക്കൊരു TV സെറ്റ് വേണം. അപ്പൊ ഞങ്ങൾക്കുള്ള സൊല്യൂഷൻസ്, അപ്പൊ ഞാൻ ആ പ്രോബ്ലം, ഇതാണ് മെയിൻ പ്രോബ്ലം. ഈ മെയിൻ പ്രോബ്ലത്തിനെ ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സബ് പ്രോബ്ലം ആക്കി മാറ്റുന്നു. ഫസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് നോക്കിയാൽ സ്റ്റീൽ TV സെറ്റ്. എന്ത് ചെയ്യാം? TV സെറ്റ് മോഷ്ടിക്കുക. അപ്പൊ അതൊരു സൊല്യൂഷനാണ്. ഓക്കെ, TV സെറ്റ് മോഷ്ടിച്ചാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു TV സെറ്റ് കിട്ടി. ഓക്കെ, അപ്പൊ ഒരു TV സെറ്റ് എക്വയർ ചെയ്യണമെങ്കിൽ ഒരു സബ് പ്രോബ്ലം എന്ന് വെച്ചാല് ഒരു TV സെറ്റ് എന്ത് ചെയ്യാം? സ്റ്റീൽ ചെയ്യാം, അതായത് മോഷ്ടിക്കുക. സോ ദ പ്രോബ്ലം ഇസ് സോൾവ്. അപ്പൊ സ്റ്റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ട് ഉണ്ടാവും. ഓക്കെ, അതാണ് കോസ്റ്റ് ഓഫ് സോൾവിങ് ദ പ്രോബ്ലം, സ്റ്റീൽ TV സെറ്റ്. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലാക്കുക. നെക്സ്റ്റ്, നിങ്ങൾക്കൊരു TV സെറ്റ് വേണമെങ്കിൽ നമുക്ക് സാധാരണ ഒരാൾ എന്താ ചെയ്യാം? ഏൺ സം മണി. ഇവിടെ ഒരു ആൻഡ് എന്നൊരു എഡ്ജ് ആണ് ഇവിടെ കണ്ടോ? ഇത് ആൻഡ് ആണ്. അതായത് ഇവിടെ ഒരു ആൻഡ് ആർക്ക് എന്നുണ്ട്. അതായത് ഞാൻ രണ്ട് സബ് പ്രോബ്ലം ആയിട്ട് ഡിവൈഡ് ചെയ്തത്. വൺ ഏതാണ്? ഗോൾ ഏൺ സം മണി ബൈ TV സെറ്റ്. അതായത് ഒരു സബ് പ്രോബ്ലം എന്ന് വെച്ചാൽ ഏൺ സം മണി. ഞാൻ എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇത് തന്നെ എനിക്ക് വീണ്ടും സബ് പ്രോബ്ലം ആയിട്ട് ഡിവൈഡ് ചെയ്തത്. എന്തൊക്കെ ചെയ്യാം? ഒന്നുകിൽ സ്റ്റീൽ മണി, വേറെ ഏതെങ്കിലും മണി മോഷ്ടിക്കുക, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വർക്ക് ചെയ്തിട്ട് ജെന്വിൻ വേസിൽ മണി ഉണ്ടാക്കുക. എനിക്ക് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. എനിവേ, ഫസ്റ്റ് ഏൺ സം മണി ആണ് ചെയ്യേണ്ടത് ഒരു ടാസ്ക്. അത് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും, കുറച്ച് കോസ്റ്റ് എടുക്കും. ഏൺ സം മണി എന്ന ടാസ്ക് ഉണ്ട്, സബ് പ്രോബ്ലം. ഏൺ മണി ചെയ്താൽ മാത്രം നിങ്ങൾക്ക് TV കിട്ടുമോ? TV കിട്ടണം എന്ത് വേണം?
നിങ്ങൾ ഒരു ഷോപ്പിൽ പോയിട്ട് എന്ത് ചെയ്യണം, അത് ബൈ ചെയ്യണം. അതിന് കുറച്ച് കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ രണ്ടെണ്ണം ഇവിടെ കണ്ടോ, ആൻഡ് എന്നൊരു എഡ്ജ് കാണാം ഇവിടെ. ഈ രണ്ട് സബ് പ്രോബ്ലംസ് ആൻഡ് എഡ്ജ് വെച്ച് റിലേറ്റഡ് ആണ്. മീനിങ് എന്താണ്, ഈ രണ്ട് സബ് പ്രോബ്ലം സോൾവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്വയർഡ് ടി വി സെറ്റ് കിട്ടും. ഓക്കെ, നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി, മെയിൻ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ആൻഡ് ഓർ ഗ്രാഫ് എന്ന കൺസെപ്റ്റ്. അതായത് നമ്മുടെ മെയിൻ പ്രോബ്ലത്തിന് സബ് പ്രോബ്ലമായി ഡിവൈഡ് ചെയ്യും, എന്നിട്ട് ആ സബ് പ്രോബ്ലം തന്നെ ആൻഡ് റിലേഷൻ വെച്ചിട്ട് കണക്ട് ചെയ്യും. ഇവിടെ ഇത് നല്ലൊരു എക്സാമ്പിൾ ആണ് ടി വി സെറ്റ് ബൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് the decomposition or reduction generate arcs that we call AND arc. AND arcന്റെ പ്രോപ്പർട്ടി എന്താണ്? One AND arc may point to any number of successive nodes, all of which must be solved in order for the arc to point to a solution. ഒരു ആൻഡ് ആർക്ക് ഉണ്ടെങ്കിൽ ആ ആൻഡ് ആർക്കിൽ എല്ലാ സബ് പ്രോബ്ലംസും സോൾവ് ചെയ്താൽ മാത്രമേ അതിന്റെ കറസ്പോണ്ടിങ് റൂട്ടിനോട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി, ഈ ഒരു എക്സാമ്പിൾ വെച്ച് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ആലോചിക്കാം. ആൻഡ് ആർക്കുള്ള കേസിലാണെങ്കിൽ ഏൺ സം മണിയും ചെയ്യണം, ബൈ ടി വി സെറ്റും ചെയ്യണം. ഇത് രണ്ടും ചെയ്താലും മാത്രമേ നിങ്ങൾക്ക് എക്വയർഡ് ടി വി സെറ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഓർ എന്ത് ചെയ്യണം, സ്റ്റീൽ ടി വി സെറ്റ് ചെയ്യണം. സ്റ്റീൽ ടി വി സെറ്റ് എന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ആയ ഒന്ന് ടി വി. അപ്പോൾ ഈ പ്രോബ്ലം ഇങ്ങനെയായി മാറി. ഇതാണ് ആൻഡ് ഓർ പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് എക്വയർഡ് ടി വി സെറ്റിന് രണ്ട് വേസ് ഉണ്ട്. ഒന്ന് ഗോൾഡ് ടി വി സെറ്റ്, അല്ല സ്റ്റീൽ ടി വി സെറ്റ്, ഓർ എന്ത് ചെയ്യണം, ഏൺ സം മണി ആൻഡ് ബൈ ടി വി സെറ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യും. ഇതാണ് ആൻഡ് ഓർ ഗ്രാഫിന് എക്സാമ്പിൾ. അപ്പോ അടുത്ത് പറയുന്ന ഈ ആൻഡ് ഓർ ഗ്രാഫ്, ഇപ്പൊ ഞാൻ ഇത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ഈ ഗ്രാഫ്സ് ഫെമിലറൈസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇത് കണ്ടോ, ഞാൻ എന്റെ ടെക്നിക്കൽ ഇതിലോട്ട് പോകുന്നു. അതായത് ഒരു ആൻഡ് ഓർ ഗ്രാഫിൽ എന്തൊക്കെ ഉണ്ടാവും? നോട്ട്സ് ഉണ്ടാവും, റൂട്ട് നോഡ് ഉണ്ടാവും, സബ് നോഡ്സ് ഉണ്ടാവും, സബ് ഗോൾ ഉണ്ടാവും. ഓരോ ഗോളും സോൾവ് ചെയ്യാനുണ്ടാവും. ഫോർ എന്നത് എന്താണ്? അത് സോൾവ് ചെയ്യാനുള്ള കോസ്റ്റ് ആണ്. 4, 3. അതായത് ഓരോ നോഡിനോട് എന്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും? അത് സോൾവ് ചെയ്യാനുള്ള കോസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് ഇതിന് എന്താ പറയാ, ഇങ്ങനെ ഒരു ആർക്ക് കാണാറുണ്ട്. ഈ ആർക്കിന് എന്ത് പറയും? ആൻഡ് ആർക്ക്. ഓക്കെ, ആൻഡ് ആർക്ക് എന്നാണ് പറയാ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം? ഫജർ എന്ന് പറഞ്ഞു, ഈ ഒരു പ്രോബ്ലം എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം നിങ്ങൾക്ക്? സൗരഭ് പറഞ്ഞു. സൗരഭ്, ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക്, ഞാൻ ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. അതായത് ABCD എന്ന് കാണാം. അപ്പൊ ഇത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്? നമ്മൾ ഈ സബ്ബാക്കിയ ബി സോൾവ് ചെയ്യാം. ഓക്കെ, ബി സോൾവ് ചെയ്താല് ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ബി സോൾവ് ചെയ്യാം. ബി സോൾവ് ചെയ്താല് എ എന്താവും? ഓട്ടോമാറ്റിക്കലി സോൾവ് ആവും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡിയും സോൾവ് ചെയ്യാം. സി സോൾവ് ചെയ്യുന്നുണ്ട്, ഡിയും കൂടി സോൾവ് ചെയ്യണം. അത് സോൾവ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അപ്പൊ AO സ്റ്റാർ അൽഗോരിതാണ് ഇത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ഡിറ്റർമൈൻ ചെയ്യാം. അതായത് ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നാല് മോസ്റ്റ് എഫിഷ്യന്റ് ആയ, മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് ആയ രീതിയിൽ ഈ ഒരു പ്രോബ്ലം ആൻഡ് ഓർ ഗ്രാഫ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അൽഗോരിതാണ് ഇത് AO സ്റ്റാർ അൽഗോരിതം. അതായത് ഒരു
ആൻഡോഗ്രാഫ് ട്രീ അല്ലെങ്കിൽ ഓർ ആൻ ആൻഡോഗ്രാഫ് ആൻഡ് ഓർ ഗ്രാഫ് ട്രീ എന്നും പറയും ഗ്രാഫ് എന്നും പറയും. ഓക്കെ, ആൻഡോ ട്രീ ഓർ ആൻഡോഗ്രാഫ് ഈസ് സോൾവ്ഡ് ബൈ യൂസിങ് AO star algorithm in a very efficient way. അതായത് മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവായ രീതിയിൽ, അതായത് ഒപ്റ്റിമൽ സൊല്യൂഷൻ തരുന്ന രീതിയിൽ നമുക്ക് AO star algorithm ഇതിൽ അപ്ലൈ ചെയ്യാം. ഇതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. AO star algorithm ഇമ്പോർട്ടൻസ് ഇതാണ്. അപ്പോ ഈ ഒരു കേസിൽ നമ്മൾ പറഞ്ഞു ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് ഉണ്ട്, ആദ്യം പഠിച്ച മെത്തേഡ്. അപ്പൊ ഇവിടെ ആൻഡോർ ഗ്രാഫിന്റെ കേസിൽ ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് അൽഗോരിതം ഫെയിൽ ആവും. അതായത് എന്തുകൊണ്ട്? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ആൻഡ് ഉണ്ടെങ്കിൽ ആ ആൻഡ് കൂടി കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് ആൻഡ് ആർക്കിനെ നമുക്ക് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. ഇനിയിപ്പം ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു മെത്തേഡാ ചെയ്യാം. ഇഫ് യു ആർ യൂസിങ് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് അൽഗോരിതം വി വിൽ ചൂസ് സി അല്ലേ, ബിക്കോസ് സി ഹാസ് ദ ലോവസ്റ്റ് എഫ് ഡാഷ് വാല്യൂ, ബട്ട് ദർ ഇസ് എൻ ആൻഡ് ആർക്ക് ആൻഡ് മസ്റ്റ് ബി കൺസിഡർഡ്. ദാറ്റ് ഈസ് we should consider C and D. Sorry, ഇത് B ആണ്. ഇത് B ആണ്. അതായത് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് ആണെങ്കിൽ ഇതിലെ മിനിമം കോസ്റ്റിൽ ഏതാണ്? 5 അല്ലേ? 5 + 1 6, പിന്നെ ഇങ്ങോട്ട് 9 ഉണ്ട്. അപ്പൊ നമ്മൾ B നാച്ചുറലി സോൾവ് ചെയ്യും. But there is an AND arc that must be, that is we should consider C and D. Here best first search algorithm fail. അതായത് ബേസിക് ആയിട്ട് പറയുന്ന ഇതാണ്. അതായത് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് അൽഗോരിതത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ആൻഡ് ആർക്കിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് അൽഗോരിതം ഫെയിൽ ആകുമെന്ന് പറയും. നെക്സ്റ്റ് നമ്മൾ അപ്പോൾ AO star അൽഗോരിതം ആണ് ഏതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ആൻഡോർ ഗ്രാഫ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അതിന്റെ അൽഗോരിതാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ഇനി ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഈ ഒരു ടോപ്പിക്കിന്. ഷബ്ന പറഞ്ഞു. ഹലോ. ഷബ്ന, ഈ ആൻഡോർ ഗ്രാഫ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരു പ്രോബ്ലത്തിന് സെറ്റ് ഓഫ് സബ് പ്രോബ്ലം ആക്കിയിട്ട് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗ്രാഫ്. സബ് പ്രോബ്ലം ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യും, എന്നിട്ട് സോൾവ് ചെയ്യും. അപ്പൊ അതിൽ എന്തുണ്ടാവും? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ അതിൽ ആൻഡ് എഡ്ജസ്, ആൻഡ് ആർക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആൻഡ് ആർക്കില്ല ഗ്രാഫിന് എന്ത് പറയാം? ആൻഡോർ ഗ്രാഫ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് ഈ എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കുക. അപ്പം എക്വയർ TV സെറ്റ് ആണെങ്കിൽ വൺ ഓപ്ഷൻ എന്ന് വെച്ചാൽ സ്റ്റീൽ TV സെറ്റ്, സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ഓർ. അങ്ങനെ ആലോചിക്കുക. ഒരു സബ് പ്രോബ്ലം എന്ന് വെച്ചാൽ സ്റ്റീൽ TV സെറ്റ്, അത് സോൾവ് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് സോൾവ് ആക്കാം. ഓർ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഏൺ സം മണി ആൻഡ് ബൈ TV സെറ്റ്. അപ്പം രണ്ട് സബ് പ്രോബ്ലം, അത് രണ്ടും സോൾവ് ചെയ്താലേ നമുക്കിത് സോൾവ് ആക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഗ്രാഫിക്കലി ആൻഡോർ ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്യാം. പിന്നെ ഉള്ളത് ഈ ആൻഡോർ ഗ്രാഫ് സോൾവ് ചെയ്യാൻ വേണ്ടി ഏത് അൽഗോരിതം യൂസ് ചെയ്യും? AO star അൽഗോരിതമാണ് യൂസ് ചെയ്യുക. അതായത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യും AO star ഗ്രാഫ്. AO star അൽഗോരിതം ആൻഡോർ ഗ്രാഫിന്റെ മുകളിൽ അപ്ലൈ ചെയ്താൽ മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ ആണ് അത് പ്രൊവൈഡ് ചെയ്യുക. അത് ഈ ആൻഡ് ആർക്കിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്.
അതേസമയം ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് നമ്മൾ പഠിച്ചത് എ സ്റ്റാർ അൽഗോരിതം. എ സ്റ്റാർ അൽഗോരിതം എന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് അത് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് ആണ്. ബെസ്റ്റ് ഫസ്റ്റ് സെർച്ചിന്റെ ഒരു വേരിയേഷൻ ആണ്. അപ്പൊ നമുക്കിവിടെ ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. വൈ? ബിക്കോസ് ഇതിന് ഈ ആൻഡ് എഡ്ജസിന് ഹാൻഡിൽ ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഇല്ല. നമ്മുടെ ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് നമുക്കറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് അതിലെ ആൻഡ് എഡ്ജസ് ആൻഡ് ആർക്കിനെ സോൾവ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഇത് ഫെയിൽ ആവുന്നത്. അപ്പം ഇത്രയാണ് നമ്മൾ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. ഇപ്പൊ ഈ ഒരു ടോപ്പിക്കിന് വാട്ട് ഈസ് പ്രോബ്ലം റിഡക്ഷൻ, വാട്ട് ഈസ് ആൻ എൻഡോഗ്രാഫ്, വൈ ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് അൽഗോരിതം ഫെയിൽസ്, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ എഒ സ്റ്റാർ അൽഗോരിതത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇതൊക്കെ ഡിസ്കസ് ചെയ്തു, എൻഡോഗ്രാഫ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇതാണ് എൻഡോഗ്രാഫ്. പിന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് തരും, എന്നിട്ട് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, യൂണിവേഴ്സിറ്റി എക്സാമിന് ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് എഒ സ്റ്റാർ അൽഗോരിതം അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ഞാൻ ഇതിന്റെ അൽഗോരിതം ഇപ്പോഴേ ഡിസ്കസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഇത് കണ്ടോ, സപ്പോസ് നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, ഇങ്ങനെ ഒരു ഗ്രാഫ് തരും, എന്നിട്ട് പറയും അപ്ലൈ എഒ സ്റ്റാർ അൽഗോരിതം ആൻഡ് സോൾവ് ദ എൻഡോഗ്രാഫ്, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നാൽ ഇതില് ഇവിടെ നോട്ട് ചെയ്യുക, ഇവിടെ ആൻഡ് എഡ്ജ് ഉണ്ട്, ഓക്കെ, ആൻഡ് ആർക്ക് ഉണ്ട്, എഡ്ജ് അല്ല സോറി, ആൻഡ് ആർക്ക് ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ആൻഡ് ആർക്ക് ഉണ്ട്. സോ നമ്മൾ ഇത് ഇവിടെ ഏത് അൽഗോരിതം അപ്ലൈ ചെയ്യേണ്ട വരും? എഒ സ്റ്റാർ അൽഗോരിതം. അൽഗോരിതം എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ഓക്കെ. അപ്പൊ ഇതിന്റെ എഒ സ്റ്റാർ അൽഗോരിതം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇത് മാക്സിമം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എഒ സ്റ്റാർ അൽഗോരിതം ഇത് തന്നെ പഠിച്ച് അപ്ലൈ ചെയ്താൽ മതി, പ്രശ്നമില്ല. പിന്നെ ഓക്കെ, അപ്പൊ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് എഒ സ്റ്റാർ അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യും. ഇതാണ് അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ആൻഡ് ഓരോ നോഡിനോട് എന്തുണ്ട്, ഒരു വാല്യൂ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഡിനോട് എന്താ വാല്യൂ? 3. അതായത് ഡിന്റെ കറസ്പോണ്ടിങ് ഹ്യൂറിസ്റ്റിക് വാല്യൂ തന്നിട്ടുണ്ട്. അതായത് ഡി എന്ന സബ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റ്, ഓക്കെ, ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ സി നോക്കുകയാണെങ്കിൽ വാട്ട് ഇസ് സി? C2. What is 2? 2 is the heuristic cost attached to C for solving the subproblem C. ആ ഒരു മെത്തേഡിൽ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആ സ്ട്രക്ചർ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ എന്തുണ്ട്, ഒരു ആൻഡ് എഡ്ജ് ഉണ്ട്. മീനിങ് എന്താണ്? നമുക്ക് ഈ പ്രോബ്ലം എ എന്ന പ്രോബ്ലം 2 വേസിൽ സോൾവ് ചെയ്യാം. ഒന്ന് ഏതാണ്? ഈ ഒരു പാത്ത് മൊത്തമായിട്ട് സോൾവ് ചെയ്തെടുക്കുക.
അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഏതെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഈ പാർട്ട് മൊത്തമായിട്ട് സോൾവ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ഈ ആൻഡിലെ പാർട്ട് മൊത്തമായിട്ട് സോൾവ് ചെയ്യണം. ഓക്കെ, ഈ പാർട്ട് മൊത്തമായിട്ട് സോൾവ് ചെയ്യണം. പക്ഷെ എന്ത് വേണം? രണ്ടും ആൻഡ് ഇവിടെ ഇതും സോൾവ് ചെയ്യണം, ഇതും സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ഇത് സോൾവ് ചെയ്യണം. ഓക്കെ, ഇനി ഈ സി സോൾവ് ചെയ്യണമെങ്കിൽ ഏതൊക്കെ സോൾവ് ചെയ്യേണ്ടി വരും? ജി ഓർ എച്ച് ആൻഡ് ഐ രണ്ടും. ഒന്നുകിൽ ജി സോൾവ് ചെയ്യണം ഓർ ജി ഓർ ഇതിലെ എച്ച് സോൾവ് ചെയ്യേണ്ട ഐയും കൂടി സോൾവ് ചെയ്യണം. അപ്പോ ഇതുവരെ ഒന്നുകിൽ ഇത് സോൾവ് ചെയ്യണം അല്ലെങ്കിൽ ഇത് സോൾവ് ചെയ്യണം. ഇത് മസ്റ്റായിട്ട് സോൾവ് ചെയ്യേണ്ടത് ഈ പാർട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതൊക്കെ പാർട്ട് സോൾവ് ചെയ്യേണ്ടി വരും? ഇതും ഫുള്ളായിട്ട് സോൾവ് ചെയ്യണം. ബിയിൽ വന്നാൽ ബി ഓർ ആണ്. ഇതെല്ലാം സോൾവ്. ഓക്കെ, ഇവിടെയും പ്ലസ് ആണ്. അതായത് എ സോൾവ് ചെയ്യണമെങ്കിൽ ബി സോൾവ് ചെയ്യണം, ബി സോൾവ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഇ സോൾവ് ചെയ്യണം അല്ലെങ്കിൽ എഫ് സോൾവ് ചെയ്യണം. ഇത് നോക്കാം, ഇ ഓർ എഫ് സോൾവ് ചെയ്യണം. പിന്നെ എ സോൾവ് ചെയ്യണമെങ്കിൽ ഇത് ഓരോ ഓപ്ഷൻ ഇതാണ്, ബി സോൾവ് ചെയ്യുക പിന്നെ ഇ ഓർ എഫ് സോൾവ് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാല് ഈ ആൻഡ് ആർക്കില് ഇത് സോൾവ് ചെയ്യാം. അപ്പൊ ആൻഡ് ആർക്ക് കൺസിഡർ ചെയ്യാണെങ്കിൽ ഡി സോൾവ് ചെയ്യണം. ഡി സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് സിയും സോൾവ് ചെയ്യണം. ഇനി ഡി എന്ന് വെച്ചാല് ജെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് എന്തായാലും സോൾവ് ആണ്. ഇനി സി എടുത്താല്, സി എന്ന സബ് പ്രോബ്ലം എടുത്താല് ഏതൊക്കെ സോൾവ് ആക്കണം? ജി സോൾവ് ആക്കണം. ജി ഓർ ഇവിടെ ആൻഡ് ഉണ്ട്. അപ്പൊ ജി ഓർ എച്ച് ആൻഡ് ഐ. എച്ച് സോൾവ് ആക്കുന്നുണ്ട്, ഐയും സോൾവ് ആക്കണം. അപ്പോ ഇതെങ്ങനെ പെർഫോം ചെയ്യും? അപ്പോ ഇത്രയും പ്രോബ്ലം സോൾവ് ആക്കണം. ഇതില് ഏറ്റവും എഫിഷ്യന്റ് ആയ രീതിയിൽ എങ്ങനെ സോൾവ് ചെയ്യാം, ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായ രീതിയിൽ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. എയോ സ്റ്റാർ അൽഗോരിതം അപ്ലൈ ചെയ്താൽ ഇതിന് ഏറ്റവും എഫക്റ്റീവായ രീതിയിൽ അത് സോൾവ് ചെയ്യും. ആ ഒരു മെത്തേഡ് എന്താണെന്നാണ് നമുക്ക് അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. 11:20 11:30 ആകുന്ന ക്ലാസ് ഉണ്ട്. എനിവേ നിങ്ങൾ അറ്റൻഡൻസ് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അഭിലാഷ് പ്രസിഡന്റ്